ഞാൻ ഡോക്ടർ MP മണി. ഇന്ന് ചികിത്സയിൽ മനഃശാസ്ത്ര സമീപനത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പറയുന്നൊരു ഒരു സ്ഥിരമായിട്ട് പറയാറുള്ള, അല്ലെങ്കിൽ ഞാൻ കേൾക്കാറുള്ളൊരു കാര്യമാണ്. ഡോക്ടറെ അടുത്ത് പോയി രോഗവിവരം മുഴുവൻ പറഞ്ഞ് തീരുന്നതിന് മുൻപ് ഡോക്ടർ മരുന്ന് കുറിക്കും. എന്നിട്ട് പറയും, ഈ കുറിപ്പെടുത്തി തന്നിട്ട് പറയും, ഇത് കഴിച്ചിട്ട് വരും. അതാണ് ഇവിടുത്തെ സ്ഥിരം പൊതുവെ മിനിറ്റുകളാണ് അതിനുവേണ്ടി പലരും എടുക്കാറുള്ള എന്ന് രോഗികൾ വളരെ വിഷമത്തോടു കൂടി പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രോഗിയായിട്ട് വരുന്ന മനുഷ്യൻ ശരീരം മാത്രമല്ല, അയാൾക്കൊരു മനസ്സുണ്ട്, അവർക്ക് ചിന്തകളുണ്ട്. ഇത് രോഗമുണ്ടാകുന്നതിലും രോഗം ശമിക്കുന്നതിലും സ്വാധീനം ചെലുത്തുന്നതാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു ആരോഗ്യ വാർത്തയിൽ ഉണ്ടായിരുന്നൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളുടെ രക്തസമ്മർദ്ദം പരിശോധിക്കാൻ നേഴ്സ് വരുമ്പോൾ ഈ വെള്ളക്കോട്ടിട്ട് രക്തസമ്മർദ്ദം പരിശോധിക്കുന്ന ഉപകരണമായിട്ട് വരുന്ന നേഴ്സിന് ദൂരെ നിന്ന് വരുന്നത് കട്ടിൽ കിടക്കുന്ന രോഗി കാണുകയാണ്. അപ്പോഴേ രോഗിയുടെ നെഞ്ചിടിപ്പ് കൂടി, ഹൃദയമിടിപ്പ് കൂടുകയാണെന്ന് അർത്ഥം. രക്തസമ്മർദ്ദം വരും. ഈ രോഗിയുടെ രക്തസമ്മർദ്ദം ഈ വെള്ളക്കോട്ടിട്ട നേഴ്സ് പരിശോധിക്കുമ്പോൾ രക്തസമ്മർദ്ദം ഒരുപാട് ഉയർന്ന നിലയിലായിരിക്കും. ഇത് യാഥാർത്ഥ്യത്തിൽ അയാളുടെ രക്തസമ്മർദ്ദം ഉയർന്നതല്ല. ആ സമയത്തെടുത്ത മാനസിക മാനസിക സംഘർഷത്തിൻ്റെ ഫലമായുണ്ടായൊരു പ്രതിഭാസമാണ്. അപ്പോൾ ആ ഉയർന്ന നില രക്തസമ്മർദ്ദത്തെ ആസ്പദമാക്കി മരുന്നുകൾ കൊടുക്കുന്നത് അപകടമാണ്. ഇതിനവർ ഇംഗ്ലണ്ടിലുള്ളവരൊന്ന് പറഞ്ഞിരുന്നത് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാണ്. ആ വെള്ള കോട്ട് കാണുമ്പോഴാണ് നെഞ്ചിടിപ്പ് ഉയരുന്നത്, ഈ രക്തസമ്മർദ്ദം ഉയരുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. നമ്മുടെ നാട്ടിലും ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുടെ എല്ലാവരും രക്തസമ്മർദ്ദം ചിലപ്പോൾ ഉയർന്നതാകണമെന്നില്ല. അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ നമ്മൾ പോകാറില്ല. അവിടെയാണ് അതിൻ്റെ ഈ പ്രത്യേകിച്ച് മനഃശാസ്ത്ര സമീപനത്തെക്കുറിച്ച് ഇവിടെ ചർച്ച തന്നെ നടക്കുന്നില്ല എവിടെയും. ഇവിടെ മനഃശാസ്ത്ര സമീപനം എന്ന് വെച്ചാൽ മനോരോഗികൾക്കുള്ള ചികിത്സയാണെന്ന വിചാരം. മനോരോഗികൾക്കല്ല ചികിത്സ. മനോരോഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആരും തന്നെ 100% നോർമലല്ല. എബ്നോർമലി നോർമൽ എന്നാണ് പറയാറുള്ളത്. ആരും 100% നോർമലല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പലരും ചോദിക്കുന്നത്, തനിക്കെന്താണ് വട്ടാണോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിക്കാറുണ്ട്, കേൾക്കാറുണ്ട് ഈ കഥ. അപ്പം മനഃശാസ്ത്ര സമീപനം എന്ന് പറയുന്നത് രോഗം മാറുന്ന കാര്യത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ആസ്മയുടെ കാര്യത്തിൽ ഒരു പുതിയ അർബൈനേഷൻ നടന്നിരുന്ന കാലത്ത് കുറേ ഇതുപോലത്തെ അനുഭവങ്ങളുണ്ട്. ഈ കടുത്ത ആസ്മ രോഗികൾ, അവർ ഈ തീർത്ഥാടനം, ഉല്ലാസയാത്ര എന്നീ അവസരങ്ങളിൽ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒന്ന് തുമ്പ പോലുമില്ല. ഇവർ ഈ പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് പോകുന്നവർ കൂടുതലാണ് കണ്ടിട്ടുള്ളത്. വീട്ടിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് എവിടുന്നേലും കെട്ടൊക്കെ നിറച്ച് തലയിൽ വെച്ച് ശരണം വിളിച്ച് ഇവരൊരു കൂട്ടമായിട്ടൊരു പോക്കാണ്, കുറച്ച് പേരുണ്ടാവുന്നത്. ഇവരുടെ യാത്രയിൽ അവർ പൊടി തട്ടും, വെയിൽ കൊള്ളും, മഴ കൊള്ളും, ചിലപ്പോൾ പുക കൊണ്ടെന്ന് വരും. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കും, പച്ചവെള്ളം കുടിക്കും, കയറ്റം കയറും, ഈ എല്ലാം ഈ വനത്തിൻ്റെ ഉള്ളിലൂടെ നടക്കും. അവിടെയൊക്കെ പൂമ്പൊടിയൊക്കെ ഉണ്ട്, വനത്തിൻ്റെ ഉള്ളിലൊക്കെ പൂമ്പൊടിയൊക്കെ ഇല്ലേ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉല്ലാസയാത്ര പോകും. അവർ ചിലപ്പോൾ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോകും. ഊട്ടി, കൊടൈക്കനാലും, മൈസൂർ, ബാംഗ്ലൂർ. ഇവർ സ്കൂളിൽ നിന്ന് ഈ ബസ്സിൽ കയറി സംഘമായിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയാണ്. ഹോട്ടലിൽ നിന്നാണ് ഫുഡ്, പല കാലാവസ്ഥകളാണ്. അന്തരീക്ഷത്തിൽ വലിയ മാസ്ക് ഒന്നും വയ്ക്കാതെ ഇവർ നടക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കും ഈ കുട്ടികൾ. തിരിച്ച് വീട്ടിൽ വന്നിട്ടേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഈ ഉല്ലാസയാത്രയിലും തീർത്ഥാടനമായാലും ഇവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ സന്തോഷമാണ്. അവിടെ ഉത്കണ്ഠയ്ക്കോ മാനസിക സംഘർഷത്തിനോ വിഷാദത്തിനോ ഒന്നും ഒരു സ്ഥാനമില്ല. ഒരു സൂചിക്ക് കുത്താനുള്ള സ്ഥലത്ത് പോലും സ്ഥാനമില്ല. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ രോഗമുണ്ടാകുന്നതിൻ്റെ പുറകിൽ മാനസികാവസ്ഥയുടെ സ്വാധീനം, പ്രാധാന്യം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ. നമ്മൾ ഈ ക്യാൻസർ രോഗികളുടെ കഥ എടുത്താൽ തന്നെ
ക്യാൻസറാണെന്ന് കേൾക്കുന്ന നിമിഷം ഒരു കാളിച്ചയുണ്ട് വയറിൽ. ഈ കാളിച്ചയുടെ പ്രശ്നം ആകെ ഒരു ഞെട്ടലുണ്ടാവും അവർക്ക്. മനസ്സന്നുകൊണ്ട് അസ്വസ്ഥമാകാൻ തുടങ്ങും. ജീവിതത്തിന് പൂർണ്ണ വിരാമമാകുന്നു എന്നൊരു ഒരു ഒരു ഭയം വരും അവർക്ക്. ഇതാ പ്രശ്നം, അല്ലാണ്ട് ക്യാൻസറല്ല പ്രശ്നം. ക്യാൻസറിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ മാനസികാവസ്ഥയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ സന്ധിവാത രോഗികളിൽ ഈ ബഹുഭൂരിപക്ഷം പേർക്ക് ചികിത്സ ഫലപ്രദമാകുന്നില്ല. ചികിത്സ ഫലപ്രദമാകുന്നില്ല എന്ന് മാത്രമല്ല, ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കും. അവസാനം അംഗവൈകല്യം വന്നതിന് തുല്യമായൊരു ഒരു സാഹചര്യത്തിൽ പലർക്കും അംഗവൈകല്യം വന്ന പോലെ കാലും അവിടെ ഇവിടെയൊക്കെ വളഞ്ഞ് നടക്കാൻ വയ്യ, ഒന്ന് ഉറച്ചിരിക്കാൻ വയ്യ, ആ ഒരവസ്ഥയിലെത്താണ്. ഇവിടെ ചികിത്സയും രോഗവും തമ്മിൽ ശരിയായ രീതിയിൽ ബന്ധപ്പെടുന്നില്ല എന്ന് മാത്രമാണ് അതിൻ്റെ ഈ വിശദീകരണം. അതിൻ്റെ അർത്ഥം അതാണ്. ഇന്നലെ എന്നോടൊരു ഒരു വ്യക്തി പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പിതാവിന് സന്ധിവാത രോഗമായിരുന്നു, ഒരു രോഗം ആരംഭം. അത് ഈ ഒരു ദിവസം പോലും വിടാതെ ചികിത്സിച്ചു. ഒരു ദിവസം പോലും ഒരു ഇത് വന്നിട്ടില്ല, മരുന്ന് കഴിക്കാതിരുന്നിട്ടില്ല. നിരന്തരം കൃത്യമായ ഇടവേളകളിൽ ഡോക്ടർമാരെ കാണുമായിരുന്നു. അവസാനം കിടപ്പായി ഓക്സിജനിൽ കിടന്നാണ് മരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ രോഗം ചികിത്സ തമ്മിൽ ബന്ധപ്പെടുവായിരുന്നെങ്കിൽ, ശരിയായ രീതിയിൽ യോജിക്കുമായിരുന്നെങ്കിൽ സംഭവിക്കാൻ പാടില്ല. നമ്മൾ മരുന്ന് കഴിച്ചിട്ട് രോഗത്തിന് ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രോഗം ചികിത്സ തമ്മിൽ ശരിയായ രീതിയിൽ യോജിക്കുന്നില്ല, ബന്ധപ്പെടുന്നില്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏത് രോഗമായാലും അതിൻ്റെ പുറകിൽ മനഃശാസ്ത്ര സമീപനം കൂടി ചേർന്നെങ്കിൽ മാത്രമേ രോഗശമനം സാധ്യമാകൂ. അല്ലെങ്കിൽ രോഗം ശമിക്കുക, കാരണം നമ്മൾ മരുന്നുകളെ മാത്രമാണ് ചികിത്സയിൽ ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാനും അതുപോലെ അപൂർവം ചിലരും കൂടെ കുറച്ച് കാലമായിട്ട് പറയുന്നൊരു ഭാഷയുണ്ട്, മരുന്നുകളുടെ യുഗം അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണത്. കാരണം നമ്മളൊരു മരുന്ന് കടയിൽ പോയാൽ അവിടെ അലമാരയ്ക്കകത്തും പുറത്തും കൂടി മരുന്നുകൾ എത്രയിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ടൺ കണക്കിന് മരുന്നുകളാണ് മാർക്കറ്റിലുള്ളത്. അതൊരു ചെറിയ സംഭവമല്ല. അത് ഏത് രോഗത്തിനും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന മരുന്നുകളാണ്. അതിൻ്റെ ലേബലിലൊക്കെ എഴുതിയത് വായിച്ചാൽ. ഈ മരുന്നുകൾക്ക് അങ്ങനെ ഒരു ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ രോഗികൾ ഉണ്ടാകാൻ പാടില്ല. രോഗികളാകുന്നവരുടെ രോഗം പരിപൂർണമായിട്ട് വളരെ ചെറിയ കാലയളവിനുള്ളിൽ മാറണം. ഒരു രോഗിയിലും സങ്കീർണതകൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ഇതാണ് എൻ്റെ കഥ. ഇവിടെ രോഗിയായി മരുന്ന് കഴിക്കാൻ തുടങ്ങി പിന്നെ ദുരിതമല്ലേ. ആരെങ്കിലും രക്ഷപ്പെടുന്നുണ്ടോ? അതാണ്. പിന്നെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. ഈ നിരന്തരം പരിശോധനകൾ, ചിലർക്ക് രോഗം, അതാ പലപ്പോഴും ഈ തമാശ കേൾക്കുന്നത്, ചില രോഗികൾ പറഞ്ഞൊരു ഭാഷയുണ്ട്, ഡോക്ടർമാർ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ലബോറട്ടറി കണ്ടുപിടിക്കാൻ പറ്റുന്ന കാലമാണ്. ഒരു മനുഷ്യൻ പറയുന്നത് സത്യമാണോ അല്ലെന്ന് യന്ത്രം പറയുന്ന കാലമാണ്. അത്രമാത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യം ഇതെല്ലാം ഇവിടെ നിലവിലുണ്ട്. പിന്നെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗം കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുന്നത്. അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് പരിശോധന നടത്തിയാലും രോഗത്തിൻ്റെ പേരുകൾ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീരുമാനമെടുക്കണം അവിടെ, ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു രോഗവുമില്ല. പിന്നെ എവിടെ രോഗം വരാനുള്ള മനസ്സിലാണത്. അല്ല, മനസ്സിൻ്റെ അസ്വസ്ഥതകളുടെ പ്രതിഫലനമാണ് ആ രോഗം. നമ്മുടെ രോഗികളിൽ ഒരുപാട് പേരുടെ ശാരീരിക രോഗങ്ങളായാൽ പോലും അതിൻ്റെ വേരുകൾ കിടക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ മനഃശാസ്ത്ര സമീപനം എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കുന്നത് മാനസിക രോഗികൾക്കുള്ളതാണെന്നാണ്. ഈ ആരും മാനസികമായിട്ട് 100% നോർമലല്ല. അതിന് പൊതുവെ പറയാനുള്ളത് എല്ലാവരും എബ്നോർമലി നോർമലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പലരും ചോദിക്കില്ലേ, എടോ തനിക്ക് വട്ടാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്? അല്ലെങ്കിൽ നമ്മൾ പറയും അവന് വട്ട. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് വട്ടമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനൊരു കാരണം ഉള്ളത്, നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ വിദ്യാലയങ്ങളിലായാലും വീടുകളിലായാലും ഒരു മനഃശാസ്ത്ര സമീപനം നമുക്കാർക്കും ലഭിക്കുന്നില്ല. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരുമായി മാന്യമായിട്ട് ഇടപെടേണ്ടത്, ഇത് നമ്മളാരും പഠിപ്പിക്കുന്നില്ല. നമ്മൾ സ്വയം പഠിക്കുന്നില്ല.
അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളോട് വീട്ടിൽ അച്ഛനും അമ്മയും പറയും പോയി പഠിക്കടാ അല്ലെ പഠിക്കടി എന്ന് പറയും. ടീച്ചറും പറയും പഠിക്കണം പഠിക്കണം. അഥവാ മാർക്ക് കുറഞ്ഞാൽ അമ്മേനോ അച്ഛനോ ഈ പി ടി എ മീറ്റിങ്ങിന് വരുത്തി കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. കുട്ടിക്ക് മാർക്ക് കുറവാണ്, വേണ്ട പോലെ ശ്രദ്ധിക്കണം. ഇവിടെ ആരാ ശ്രദ്ധിക്കേണ്ടത്? അപ്പം എങ്ങനെയാണ് എന്ത് പഠിക്കുന്നല്ല എന്ത് പഠിക്കുന്നല്ല എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ആ ഒരു ശാസ്ത്രമുണ്ട്. അത് കുട്ടികൾക്കറിയില്ല, അവരെ പഠിപ്പിച്ചില്ല. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം അവർക്കറിയാതെ എങ്ങനെയാണ് അവർ പഠിക്കുന്നത്? അതാ വിഷയം. അപ്പോൾ ഞങ്ങൾ കൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് പറയുമായിരുന്നു, ഈ പഠനമെന്ന് പറയുന്നത് മാർക്ക് മേടിക്കാനുള്ളൊരു ഒരു സംവിധാനമല്ല. അതൊരു വ്യക്തിയുടെ സമ്പൂർണമായ വികസനത്തിനുള്ളതാണ്. അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞില്ല. ഹൗ ടു ലേൺ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ചില അമ്മമാർ പറയാറുണ്ട്, അവൾ മറ്റേ കുട്ടികളുടെ കാര്യം പറയാം, അവരില്ലെങ്കിൽ അവൾക്ക് അരണയുടെ ബുദ്ധിയാകും, ഇരുന്ന് വായിക്കണ കാണാം, പക്ഷെ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. അതിനാ കുട്ടിയെ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. നേരെ തിരിച്ചാൽ വേണ്ട, അവർക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം, അത് ശാസ്ത്രീയമായി കൊടുക്കണം. അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടൗണിൽ കൂടെ വലിയ ടൗണിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് വലിയ ബോർഡുകൾ കാണുന്നുണ്ട്, കൗൺസിലിംഗ് സെൻറ്റേഴ്സ്. ഈ മുൻകാലങ്ങളിൽ ഇതില്ലായിരുന്നു, കൗൺസിലിംഗ് സെൻറ്റേഴ്സ്. അപ്പം അതിൽ പറയുന്ന ഒരു കാര്യം കുട്ടികളുടെ പഠന വൈകല്യം എന്നാണ്. അത് ബിസിനസ്സാണിപ്പം. കുട്ടികളുടെ പഠന വൈകല്യം, വ്യക്തിത്വ വികാസത്തിലെ തകരാറുകൾ ഒക്കെ ബിസിനസ്സായി മാറി. നമ്മുടെ വീടുകളിൽ ഒരു മനഃശാസ്ത്ര സമീപനത്തിലൂടെ കുട്ടികൾ വളർന്നാൽ ഇവിടെ ഇതൊന്നും സംഭവിക്കില്ല. കുട്ടികൾ വഴിതെറ്റി പോവില്ല, അവർ മയക്കുമരുന്നിന് അടിമകളാവില്ല, അവർക്ക് ഈ ചിന്തകൾ, നല്ല ചിന്തകൾ മനസ്സിൽ വളർന്നു വരും. നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് പേർ രോഗികളാകുന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം കൂടുന്നതിന് പിന്നിൽ ഈ മാനസിക സംഘർഷം ഒരു വലിയ കാരണമാണ്. അത് ഈ നമ്മൾ തിരിച്ചറിയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. ആശുപത്രി പോയാൽ മരുന്ന് കേന്ദ്രീകരിച്ച് മാത്രമാണ് പോകുന്നത്. ഈ സമീപനം തീർത്ത് ശരിയല്ല. അതുകൊണ്ട് ഏത് രോഗമായാലും ചികിത്സയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മനഃശാസ്ത്ര സമീപനമാണ് ആയിരിക്കണം എന്നാണ് പറയാനുള്ളത്.